ഒരു കൺസെപ്റ്റ് ട്രെയിലറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സിനിമകളുടെ പല ആളുകൾ കണ്ടിട്ടുമുണ്ട്. ജയ് ഗണേശൻ അത് വ്യത്യസ്തപ്പെടുത്താനാണോ അയാളെ ഡിഫറെന്റ്ലി ഏർപ്പെട്ടാക്കാന്ന് ചിന്തിച്ചത്? ജയ് ഗണേഷിന്റെ ഒരു കോർ തോട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാൾ മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയാണ്. ഒരു 2012 ആ സമയത്തൊക്കെ. അപ്പൊ അന്ന് തന്നെ അതൊരു നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമയാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ലാക്കിക്കൊണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റ് കിട്ടിയത് ഈ വീൽ ചെയറിൽ ആൾ വന്നപ്പോഴാണ്. അതും അഗെയിൻ ഇറ്റ് ഈസ് കോയിൻസിഡന്റൽ. ബിക്കോസ് ഞാൻ ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് ഇങ്ങനെ 2-3 കഥകൾ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ രാവിലെ നിന്ന് ജിമ്മിൽ പോകുന്ന വഴിക്ക് ആക്സിഡന്റലി ഒരു വീൽ ചെയറിൽ ആളെ കാണുകയായിരുന്നു. അപ്പോൾ പുള്ളി നമ്മൾ സാധാരണ കാണുന്ന ആളെ പോലെയല്ല, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര സോഷ്യലാണ്. അപ്പം ഞാൻ റെഗുലർലി ഡെയിലി ആളെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇയാളെ വീൽ ചെയറിലാക്കിയാൽ എങ്ങനെയുണ്ടാവും. അപ്പൊ ആ തോട്ട് തന്നെ പേടിപ്പിക്കുന്നതായിരുന്നു. ബിക്കോസ് ഇതൊരു പ്രോപ്പർ ഹീറോ ആണ് ഇതിലെ. അപ്പൊ അയാളെ വീൽ ചെയറിലാക്കി കഴിഞ്ഞാൽ ആ സീൻസ് ഒക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് ഐഡിയ കിട്ടിയില്ല. പേടി തോന്നി. ആ പേടിയാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ്, ഒരു ചാലഞ്ച്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മുഴുനീള ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ ഒരു ഹീറോ വീൽ ചെയറിലായിട്ടൊരു അങ്ങനത്തെ ഒരു ത്രില്ലർ സബ്ജക്റ്റ് ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിൽ വന്നില്ല. അപ്പൊ ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. അങ്ങനെയാണ് അത് ആലോചിക്കാൻ തുടങ്ങിയത്. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ വീൽ ചെയറിൽ ഒരാളുടെ ആക്ച്വൽ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഞാൻ മുമ്പും സിനിമകൾ ചെയ്തിട്ടുള്ള ഇപ്പം മീരക്കുട്ടിയിലാണെങ്കിലും സുസുതിയിലാണെങ്കിലും ഒക്കെ അതുണ്ടെങ്കിൽ പോലും വീൽ ചെയറിലെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ അന്തരീക്ഷത്തിന്റെ വലിയൊരു കുഴപ്പമുണ്ട്, സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ഹോട്ടലിൽ പോലും അവർക്ക് വരാൻ എളുപ്പമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണ്, ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ്, അവരുടെ ലൈഫ് അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സാമൂഹിക അന്തരീക്ഷമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ എബിലിറ്റിയുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ സിമ്പതിയോട് കൂടിയാണ് അവരെ എവിടെയെങ്കിലും നമ്മളെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ വി ഹാവ് നോട്ട് ഗ്രോൺ ആസ് എ സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈക്വലായിട്ട് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ വളരണം എന്നൊരു തോന്നൽ കൂടി ഈ സിനിമയുടെ പ്രോസസ്സിൽ എനിക്ക് ഉണ്ടായെന്നുള്ളതാണ്. ഇതിലും ആളുകൾ ശരി എല്ലാവരും മിത്തിക്കൽ അല്ലെങ്കിൽ ഫാൻസി എലമെന്റ് ശരിക്കും അങ്ങനത്തെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് പോകാനാണോ? ഉറപ്പിക്കല്ലോ. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല, അല്ല ചോദ്യത്തിന് ഉത്തരമാണ്. അങ്ങനെ ഉറപ്പിക്കല്ലേ. സിനിമ അറ്റ്ലീസ്റ്റ് റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം ഐ തിങ്ക് യു വാണ്ട് ടു സേ. രഞ്ജിത്ത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും. ലൈക്ക് ഒരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് വരും. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെയധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട്. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹി വുഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോളിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു. ബട്ട് ഹി വുഡ് സ്റ്റാൻഡ് ദർ ഓൺ ദി ആം. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4ാം നിലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം. അപ്പം ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ആദ്യം ഞാനിവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിൾ ആക്കി. പിന്നീട് എനിക്ക് രഞ്ജിത്ത് പറഞ്ഞ ഒരു കാര്യം കൊടുത്തത് സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം ഈ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി. എനിക്ക് അങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമമായി പോകും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അപ്പം എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളോട് ഞാൻ നോർമലി ഒരാളോട് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കലി പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ബോഡി ഷേമിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യും. അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവന് മറ്റേ എലുങ്കോലാണെന്ന് നീ പറയുന്ന ഒരാളാണ്. ഇത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കാൻ അറിയാൻ ഇപ്പം പബ്ലിക്കലി പറയില്ല, ഞാൻ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയണം. വാട്ട് ഈസ് ദി എക്സൈറ്റ്മെന്റ് അബൌട്ട് എ ഫിലിം? ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഐ തിങ്ക് രഞ്ജിത്ത് ഈസ് ഓൺലി റൈറ്റർ സെൻഡ് മീ 28 to 29 ഡ്രാഫ്റ്റ് ഓഫ് എ സ്ക്രിപ്റ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ്. അത് ജയസൂര്യൊക്കെ പറയാം സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അയച്ച് അത് വായിച്ചു വരുമ്പോഴേക്കും അടുത്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് DTP ഷോപ്പിലാണ്. രാവിലെ ഐ ഹാവ് സെൻഡ് യു അനദർ ഇമെയിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഞാനിത് വായിക്കും. ബിക്കോസ് എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു കെൻ യു സ്പെസിഫൈ ദ പോയിന്റ്, ബിക്കോസ് ഞാനിത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. സോ ദ പാർട്ട് ഈസ് ദാറ്റ് ബൈ ദ ടൈം ഞാൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇമോഷണലി ഈ
ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു. ഇറ്റ് വാസ് ഈസി ഫോർ മീ. എനിക്ക് അതായത് ഇമോഷണൽ ചാലഞ്ചാണ് നമ്മൾ എപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത്. ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മാനുവർ അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മേ ബി ഇറ്റ് വാസ് ഈസിയർ കമ്പാരിറ്റീവ്ലി. അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസായതിനു ശേഷം. ആക്ച്വലി ഉണ്ണി പറഞ്ഞപ്പോഴാണ് ഓർത്തെ ഈ ആദ്യമായിട്ട് നമ്മൾ കഥ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണ്. ബിക്കോസ് ഒരു ത്രൂ ഔട്ട് ഒരു വീൽ ചെയറിൽ ഇരുന്നൊരു പടം ചെയ്യുക വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പോൾ ഒരു ആക്ടർ എങ്ങനെ ചെയ്യും നമുക്ക് ആശങ്കകളുണ്ട്. ഇനി ബി ആക്ടർ. അപ്പോൾ ഞാൻ ഉണ്ണിയോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഉണ്ണി ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി സ്റ്റോറിയിലും നല്ലൊരു കറക്ഷൻ എനിക്ക് തന്നു. ബിക്കോസ് എൻ്റെ കഥയിലും ആദ്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇയാൾക്ക് ഇത് സംഭവിച്ചിരുന്നത്. അപ്പോൾ ഉണ്ണി എന്നോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ ഇത് ഫുൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴാക്കി. ആൻഡ് ആ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഈ പെർട്ടിക്കുലർ ഫ്രണ്ട് നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയും പുള്ളി ഒരുമിച്ച് സ്കൂളിൽ എത്തുവാണെങ്കിൽ ക്ലാസ്സിൽ ആദ്യത്തെ നിന്ന് അവനായിരിക്കും. അത്രയും പവർഫുൾ ഹാൻഡ്സ് ആണ് അയാൾക്കുള്ളത്. രണ്ട് ഫോട്ടോ എല്ലാം കാണിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അഗെയിൻ ഇത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്ത് ഷൂട്ടിംഗ് സമയം എനിക്ക് തോന്നിയ ഉണ്ണിയിൽ തോന്നിയ ഒരു ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് റോൾ ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെക്കുറിച്ചൊരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അത് ഈ കാലെങ്ങനെ ഇത് എക്സ്ട്രീംലി ടയറിങ് ആണ്. അതായത് ഈ കാലൊരു പെർട്ടിക്കുലർ രീതിയിൽ വെക്കണം, അതെങ്ങനെ ചെയ്യണമെന്ന് ഉണ്ണി തന്നെ കണ്ടുപിടിച്ചത്. അത് അവരും അവരുടെ ഡിപ്പാർട്ട്മെന്റും കൂടെ അത് ഹാൻഡിൽ ചെയ്തു. അപ്പം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിഫിക്കൽട്ട് റോളുകൾ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ആക്ടേഴ്സിനെ കുറിച്ച് ഓർത്ത് നമുക്കൊരു വിഷമം തോന്നും. പക്ഷേ ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം ചെയ്തിട്ടും അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ വേണ്ടി ചിന്തിച്ചില്ല. അപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം. ബിക്കോസ് അത് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതൊരിക്കൽ പോലും നമുക്ക് തോന്നിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ്റെ കേസാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ഹീറോയും ഉണ്ണി സിനിമ പ്രൊമോട്ട് ചെയ്ത പോലെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പുള്ളി ഇന്നലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് കളിച്ചിട്ട് വരുവാണ് ഈ ജയ് ഗണേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഐ തിങ്ക് ബേസിക്കലി എല്ലാ രീതിയിലും നല്ലതാണ്. ബിക്കോസ് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻസ് എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. ഞാൻ ഈ ജയ് ഗണേഷ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ജയ് ഗണേഷ് സംഭവം എൻ്റെ സിനിമ ആണെങ്കിലും ചെറുതായിട്ട് ഞാൻ കുറച്ച് ക്രിക്കറ്റ് കളിച്ചിട്ടാന്ന് വെച്ചിട്ട് പിന്നെയും നമുക്ക് ജയ് ഗണേഷ് അതിൽ 100 കളിച്ചിട്ടുണ്ട് ആള്. ഞാനിങ്ങനെ 100 അടിച്ചു. പക്ഷെ തോന്നി ജയ് ഗണേഷ് മാളികപ്പുറം സിനിമയെ കണക്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ പേര് ആദ്യമേ അനൗൺസ് ചെയ്യുമ്പോൾ മാളികപ്പുറം ഒരു ഭക്തി റിലേറ്റഡ് സിനിമയാണ്. ഇത് ജയ് ഗണേഷ് എന്നൊരു പേര് വന്നപ്പോൾ ആളുകളിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇത് ഭക്തിപടമാണോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നീട് അറിഞ്ഞ പോസ്റ്ററിലാണെങ്കിൽ അങ്ങനെ ഒരു ധാരണ ആളുകളിലേക്ക് ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ജയ് ഗണേഷ് എന്നൊരു പേര് അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൻസർ ഈ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പേര് അതായിരുന്നു എന്നുള്ളത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഓൾ ദ ഇഷ്യൂസ് ദാറ്റ് ഹാപ്പൻഡ് ആർ വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ അത് എന്തുകൊണ്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ നമുക്കതിലൊരു ഉത്തരവാദിത്വമില്ല. കാരണം ഇത് എത്രയോ ഉണ്ണിനെ മീറ്റ് ചെയ്ത് ജസ്റ്റ് മുമ്പോ അതിന് മുൻപോ ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ടൈറ്റിലാണ്. അപ്പോൾ ആ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ കാരണം അതിൽ ഉണ്ണിയെ സത്യം ഇടുവന്നിട്ട് ബിക്കോസ് വേറെ ആൾ അഭിനയിച്ചാലും സിനിമയുടെ പേര് ഇത് തന്നെയായിരുന്നു. അപ്പോൾ ബിക്കോസ് ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പേര് ജയ് ഗണേഷ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചോട്ടാ ഭീം എന്നൊക്കെ പറയും, അതുപോലെ ക്യാരക്ടറാണ് ജയ് ഗണേഷ്. അപ്പോൾ അതിന് പറ്റുന്ന പേര് ഇപ്പോൾ ഒരു പീറ്റർ പോൾ എന്നൊരു സുഖം ഉണ്ടാവില്ലോ ഉദാഹരണം. അപ്പോൾ അങ്ങനെ ഒരു പേരാണത്. എനിക്ക് ക്യൂട്ട്, പിന്നെ ഭയങ്കര കമേഴ്ഷ്യലാണ് ആ പേരെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തൊരു പേരാണ്. അപ്പം പക്ഷേ അതിന് പുറകിൽ പിന്നീട് ഒരുപാട് സംഭവവികാസങ്ങളുണ്ടായി. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നീട് ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായത്. അതിനെക്കുറിച്ച് നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു സിനിമ താങ്കളുടെ ചിത്രങ്ങളിലെ തന്നെ ഇപ്പോഴൊരു സർവൈവൽ നോക്കുന്ന അങ്ങനത്തെ ഒരു ജോണർ പിടിച്ചാൽ നോക്കുന്നത്. ശരിക്കും അങ്ങനത്തെ ജോണറാണ് കുറച്ചുകൂടി താല്പര്യം. കൊമേഴ്ഷ്യൽ എന്ന് നോക്കുന്നത് എല്ലാ സൂസായാലും ശരി മെഡിക്കൽ ആയാലും ശരി എല്ലാം ഒരു സർവൈവൽ സ്റ്റോറിയാണ്. ഇത് ഒരു സർവൈവിങ് ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനത്തെ ജോണേഴ്സാണ് കുറച്ചുകൂടെ. അങ്ങനെയൊന്നുമില്ല, അല്ലാത്ത സിനിമ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ല എടുത്തു പറയുമ്പോൾ ആയിരിക്കാം. അപ്പം നിങ്ങളാണ് അത് അനലൈസ് ചെയ്യേണ്ടത് കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമകളെല്ലാം പല തരത്തിലുള്ള സർവൈവലാണ്. ജയ് ഗണേഷ് വേറെ രീതിയിലുള്ള സർവൈവലാണ്. അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യണം. അങ്ങനെയല്ല, നമുക്കൊരു കഥയാണ് എപ്പോഴും അതിന് ചെയ്യാൻ താല്പര്യം തോന്നുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത സിനിമകൾ ഡിഫറെൻ്റ് ആണോ തീർച്ചയായിട്ടും ആലോചിക്കാറുണ്ട്. ഒരുപോലെ ഉണ്ടെങ്കിൽ ചെയ്യാറില്ല. അപ്പോൾ എനിക്കത് തോന്നാറില്ല. ഈ പറഞ്ഞ പോലെ സോഷ്യൽ കമ്പനിയുടെ സർവൈവലോ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അത് പ്രോബ്ലി ദാറ്റ് ഇസ് ഇൻ മീ. അതുകൊണ്ട് ആ സിനിമയിൽ വന്ന് ചേരുന്നതായിരിക്കും, ഭവിക്കുന്നതായിരിക്കും. മഹിമ, എല്ലാവർക്കും ഒരു ക്യൂട്ട്നെസ് ഓഡിയൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് അല്ലെങ്കിൽ മഹിമ
ഓക്കെ. ക്യൂട്ട്നെസ് ഓവർലോഡ് സംസ്ഥാന കൃഷ്ണാണെന്നൊക്കെ പറയുമ്പോൾ അതിലെങ്ങനെയാ നോക്കിക്കാണുന്നത്? അതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കിക്കാണുന്നില്ല. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ലൂസ് ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാനങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല. ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം. പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനൊക്കെ ആണ്, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഫിൽട്ടർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി. അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ. അപ്പം നമ്മൾ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ജയഗണേഷിലെ ക്യാരക്ടർ നിധിയും RDXിലെ മെയിനും തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല. അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി വരാൻ പോകുന്ന അടുത്ത സിനിമ RDXന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ആവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിത്ത് സർ പറഞ്ഞു തന്നപ്പോഴും ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി. ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി. അപ്പം ആ ഒരു വേരിയേഷൻ ഇപ്പൊ RDXിലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി ആ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബോളിവുഡിലൊക്കെ പ്രൊമോഷൻ രീതികളുണ്ടല്ലോ. ഗജലിയുടെ സമയത്ത് അമീർ ഖാൻ മുടി വെട്ടി കൊടുക്കുന്നു, ലണ്ടൻ ഡ്രീംസിന്റെ സമയത്ത് സൽമാൻ ഖാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഒരു ഉണ്ണിമുന്തൻ മോഡൽ ഓഫ് പ്രൊമോഷൻ ആണോ ഷർട്ട് ഊരിലല്ല നമ്മൾ കണ്ടത്? ബോഡി ഉള്ളതുകൊണ്ട് ഷർട്ട് ഊരി പോയതാണ്. ഞാൻ ഷർട്ട് ഊരി അല്ല, അതല്ല. പ്രൊമോഷനായിട്ട് സംസാരിക്കാം. പ്രൊമോഷൻ അത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഐ ഹാവ് എ വെരി ഗുഡ് ഫിസിക്. എനിക്ക് ഊരാനും ബുദ്ധിമുട്ടില്ല. പൊതുവെ ഫിസിക്കുള്ള ആൾക്കാർ ഊരി കളയും, അത് കുഴപ്പമില്ല. അത് കോൺഫിഡൻസിന്റെയും കൂടെ ഒരു ഭാഗമല്ലേ. ഇപ്പം ഐ തിങ്ക് ഈസ് എക്സ്ട്രീംലി കോൺഫിഡന്റ് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് ബോഡി. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊമോഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടാ ബോഡി അടിച്ചിരുമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ ഊരിയില്ല. ദെൻ ഹി വാസ് ലൈക്ക് ഇല്ല കുറച്ചും കൂടെ ഒന്ന് ഫിറ്റ് ആവണ്ട, അത് കഴിഞ്ഞിട്ട് ഞാൻ ഊരും, ആര് ചോദിച്ചാലും ഞാൻ ഊരുന്ന് പറഞ്ഞതാണ്. അപ്പൊ ദെൻ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ വിപിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇപ്പൊ ആള് കോൺഫിഡന്റ് ആണ് അല്ലേ ബോഡിയിൽ? പ്രൊമോഷൻ ആയിട്ട് സംസാരിക്കാം. ബിക്കോസ് ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു 15 CR ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് സിനിമ ചെയ്യണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ഇൻ ടേംസ് ഓഫ് അതിൻ്റെ വൈബ്, എനർജി, അങ്ങനെയൊക്കെ ആണല്ലോ. ഒരു യു ക്യാൻ ഡെഫിനറ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിൻ്റെ ട്രെയിലർ കട്ടും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ മൂവി ഇതൊക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിത്ത് ഐക്കൺ സിനിമ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത്. സോ വി തോട്ട് ആൻഡ് ഐ ജെന്യുവൻലി ബിലീവ് ദാറ്റ് ഒരു വലിയ ഫാമിലി അല്ലെങ്കിൽ ഒരു വലിയ സെറ്റ് ഓഫ് ആൾക്കാർ സിനിമ കാണാൻ വരുമ്പോൾ എന്തിന് ഈ സിനിമ കാണണം, അതും വിഷുകാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള സിനിമ, ബിഗ് മൂവി, വി ആർ ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച്. അപ്പോൾ അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് സ്കൂൾ പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളിവിടെ 5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 10 മണിക്കൂർ ഇരിക്കാൻ റെഡിയാണ്. ബിക്കോസ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യൻ്റെ ഒപ്പം സെറ്റപ്പ് ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് ഇനി സിനിമ റിലീസായി നിങ്ങൾ കണ്ട് പറയുന്നതിനേക്കാളും നല്ലത് ഐ വോണ്ട് ടു ഇൻവൈറ്റ് യു, ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ഇറ്റ്. അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ തോട്ട് ഫുൾ ഫ്ലെജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെയൊക്കെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർ കാണും. ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ വി ഡു എ ലോട്ട് ഓഫ് ഇംപ്രോവ് ആക്ടിവിറ്റീസ്. ലൈക്ക് ഇപ്പോൾ ഷർട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല, ഏത് ഷർട്ട് ഊരി എന്നാണ് പ്രൊമോഷൻ. ജയഗണേഷിന്റെ ടീഷർട്ട് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അതെ, പുള്ളി പറയാൻ ഒരു ഹൈബർനേഷനിലായിരുന്നു രഞ്ജിത്ത്. ലൈക്ക് ഇങ്ങനെ സ്റ്റുഡിയോന്ന് പുറത്തേക്ക് പോകുമ്പോൾ പല പോസ്റ്റേഴ്സ് തിരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ചെയ്യാം. സോ അഗെയിൻ ലൈക്ക് ഐ സേ ഇറ്റ്സ് എ ടീം വർക്ക്. എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബാണ്.
സിനിമയുടെ സക്സസ് ആണ് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട്. ബട്ട് ഡ്യൂറിങ് ദ പ്രോസസ് ഈ സിനിമ എൻജോയ് ചെയ്യുക, അതും എനിക്കറിയില്ല എത്ര പേരാണ് അതിനെ എൻജോയ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആ കൂട്ടത്തിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സിനിമയായിട്ട് ഇമോഷണലി കണക്ട് ആയി പോകുന്ന ഒരാളാണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഡു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വന്നു, സി നോട്ട് ജസ്റ്റ് ഇവരില്ല. ഇപ്പോൾ മൈമാസ് കൈ ഫ്രം കാസർഗോഡ് അല്ലേ, ആൻഡ് എല്ലാവരും. പക്ഷേ ഇപ്പോൾ അതാ ലിഗമെന്റ് എയറാണ് വരുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ഓർമ്മകൾ ഞാൻ വെക്കും. ബിക്കോസ് എൻ്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇവരെല്ലാവരും വന്നു. ഇപ്പോൾ ജെനുവൻലി സ്പീക്കിംഗ് ഇവർക്ക് ആർക്കും വരേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് സിനിമയിൽ അഭിനയിച്ചു, ദേ ഹാഡ് ദെയർ പ്രൊഫഷണൽ ഡീൽ. ഇനി മൂവ് ഓൺ ചെയ്യാം. ബട്ട് മോൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഹീസ് ഹാവിങ് ഹിസ് ബിസിനസ്. ഇപ്പോൾ രാജമൗലികാരും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരു അശ്വതി കേട്ടു. ഈസ് വെരി ബിസിയാ, ഈസ് വെരി വെരി ബിസി. ശങ്കറിനെ ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ 9ഓളം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. സോ ഈസ് അഗൈൻ ശങ്കർ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. ബട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് വേഴ്സറ്റൈൽ സോങ്സ് ഈ സിനിമയിലുണ്ട്. ഞങ്ങൾ ജൂക്ക് ബോക്സ് ഇറക്കി കഴിഞ്ഞു. AI വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുക, അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഇത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്സ് എ ലോട്ട് ഓഫ് ഗട്ട്സ്. ബിക്കോസ് പറയാൻ എളുപ്പമാണ്, ബട്ട് ടെക്നോളജി ലൈവായിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണ്. ഇൻ ദാറ്റ്സ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഞങ്ങൾ ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരെ നമ്മുടെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ US ഇങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു ഓൺ ബാക്ക്. അപ്പോൾ ഐ തിങ്ക് മിഷൻ ഇമ്പോസിബിളിലെ ടോം ക്രൂസിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര ടോം ക്രൂസ് ഫാനാണ്, ആക്ഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യണം, എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഒരു സിനിമ എടുക്കണം, അപ്പോൾ ട്രെയിലർ ഉണ്ടാവുമല്ലോ. ഞാൻ ശരി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പ്രൊമോഷൻ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആ പറഞ്ഞ ചേട്ടനെ വിളിച്ചു, ഒരു ട്രെയിലർ ഉണ്ട്. അപ്പോൾ ആരുടെ പറഞ്ഞു എൻ്റെ പടത്തിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ദിസ് ഈസ് ഇതിപ്പോൾ ന്യൂയോർക്കിൽ എത്ര മലയാളികൾ അത് കണ്ടു എന്നല്ല, ടു ബി വെരി ഓണസ്റ്റ്. എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ സിനിമയുടെ ട്രെയിലർ അവിടെ കളിക്കുന്നത് വെച്ചാൽ അത് കളിപ്പിക്കും. അത് പിന്നെ നമുക്ക് ആരോട് ചോദിക്കണം, ബിക്കോസ് പ്രൊമോഷനിൽ ഇന്നത് ചെയ്യാൻ പാടും ഇന്നത് ചെയ്യാൻ പാടില്ല ഒന്നുമില്ല. നിങ്ങളുടെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്തൊരു സിനിമയെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഞാൻ ഈ പ്രസ് മീറ്റ്. അപ്പം നിങ്ങളോട് ഞാൻ ഇത്രയും കാര്യം എന്തിനാ പറയുന്നത് അറിയും, ത്രൂ യു നിങ്ങളുടെ ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് അറിയും. എന്നാൽ പിന്നെ വിഷുകാലത്ത് ഇത്രയും ഒരു ടാലന്റഡ് ആയ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം. ഇതാണ് ഉദ്ദേശം. താങ്ക് യു. ഒരു ആക്ടർ എന്നല്ല ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം ഇങ്ങനൊരു സമയത്ത് തന്നെ ഇറങ്ങുമ്പോൾ ഇവിടെ 2 വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കളക്ഷനെ ബാധിക്കാൻ സാധിക്കാമെന്ന് വിചാരിച്ചു. 3 വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ എൻ്റെ സിനിമകളിൽ, എൻ്റെ തുടക്കകാലത്ത് ഞാൻ എൻ്റെ സിനിമകളിൽ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സിനിമകൾ വീട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സിനിമകൾ പിന്നീട് TV-യിലോ മറ്റേ സ്ഥലത്ത് വരുമ്പോൾ കൊള്ളാമായിരുന്നല്ലോ. വൈ ഐ ഗോട്ട് ഇൻടു പ്രൊഡക്ഷൻ ഈസ് ദാറ്റ് ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ 2024 നമ്മളെ പഠിപ്പിച്ചത് 3, 4, 5 നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ്. സോ ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയെ ഞാൻ ചെറുതായി കാണാറില്ല. ബിക്കോസ് എൻ്റെ എഫേർട്ട് എവറി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ 5 വർഷം വാസ് മോർ ഓഫ് ഒരു സിനിമ കിട്ടിയാൽ അഭിനയിക്കാം, പിന്നെ ഒരു 5 വർഷം ടു മച്ച് ഓഫ് സ്ട്രെസ്. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷനാണ്. ഞാൻ അതിന് മുകളിലൊന്നും കാണില്ല. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ ഭായി, നമ്മളെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? കറക്റ്റ്. ഇപ്പോഴാണ് ഇവരെല്ലാവരും ഓണായത്. തെലുങ്കിൽ രാജമൗലി, തമിഴിലെ ഉദയനിധി, മലയാളത്തിലെ ശങ്കർ, അങ്ങനെ ടോപ്പ് ക്ലാസ് ഓൺലി പരിപാടിയാണോ? അതെ 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 അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മലയാളത്തില് അത് തെലുങ്കിൽ രാജമൗലി, തമിഴില് ഉദയനിധി സായും, മലയാളത്തിൽ രഞ്ജിത് ശങ്കർ. അപ്പൊ അല്ല, സന്തോഷമാണ് ഇവരുടെയൊക്കെ കൂടെ. രഞ്ജിത്ത് സാർ മാത്രമേ ഇതിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതുള്ളൂ. ബട്ട്
ബാക്കിയുള്ളതൊക്കെ ഉണ്ണിച്ചേട്ടൻ ചുമ്മാ തമാശ തന്നെ അവിടെ വെച്ച് സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പരിചയമൊന്നുമില്ല. അല്ലാതെ ഞങ്ങള് സ്ഥിരം ഫോൺ വിളിച്ച് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ എന്നാലും എന്റെ സൈഡിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞേക്കാന്ന് ഓർത്തു. അപ്പോ സന്തോഷമാണ്. നമ്മൾക്ക് ഇപ്പൊ രഞ്ജി സാറിനോടുള്ള 2ാമത്തെ സിനിമയാണ്. നമ്മള് സിനിമയോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് മാത്രമാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ആസ് ആൻ എഡിറ്റർ സംഗീത് പ്രതാപ് ഒരു ബ്രാൻഡൊന്നുമല്ല, ആർക്കും അറിയില്ല. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾ പോലും അമൽ ഡേവിസ് വന്നുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അതിനു മുമ്പ് ആസ് ആൻ എഡിറ്റർ നമ്മൾ വരുന്നത് നമ്മൾ ഈ ഒരു സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് മാത്രമേ ആകെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ഫീൽഡിലും നമ്മൾക്ക് ഇപ്പോൾ സൗണ്ട് ആണെങ്കിലും VFX ആണെങ്കിലും ഒക്കെ ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ടായിരുന്നു ഇന്ന് പ്രസ് മീറ്റിൽ ഇരുന്ന് ഉറങ്ങി പോകുന്നുള്ളത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം 3 മണി വരെയൊക്കെ ഒന്നല്ല VFX സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ചിലപ്പോൾ ആസ് ആൻ എഡിറ്റർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വീട്ടിലൊക്കെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് ചെന്ന് അഷ്വർ ചെയ്യുക, ഈ പറഞ്ഞ റിലീസ് ഡേറ്റ് വളരെ ടൈറ്റ് ആവുന്നത് കൊണ്ടൊക്കെ ഉള്ള അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ നമുക്കും തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രൊഫൈല് കൊടുക്കാൻ പറ്റും, നമ്മളുടെ സൈഡിൽ നിന്ന് എന്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ അതാണ്, അതുകൊണ്ടായിരിക്കാം 2ാമത്തെ സിനിമയിൽ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. തലേദിവസം വരെ മാറ്റിയെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ മാറ്റിയിട്ടുണ്ടോ? ലിറ്റിൽ മിസ് റൗത്തറിന്റെ തലേദിവസം വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ വേണ്ടി വന്നില്ല. പക്ഷെ ക്യൂബിൽ പോയതിനു ശേഷം ഒരു ഷോട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് സിനിമ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ, എന്താണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്. ഒരിക്കലും അത് ഓപ്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മുടെ ടെൻഷൻസും സമാധാനവും ഉറക്കമൊക്കെ പോകുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു പെർഫെക്റ്റ് അല്ല, ഏറ്റവും ബെറ്റർ സിനിമ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമങ്ങൾ മാത്രമാണ് അതൊക്കെ. സിനിമയിൽ അഭിനേതാവായിട്ടും എഡിറ്ററായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പം ഈ 2 ഭാഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ നിലയിൽ ജയ് ഗണേശൻ സിനിമയെ പറ്റി എന്താണ് പറയുന്നത്? ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെ ഇടുന്നൊരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു സക്സസ് നമ്മളുടെ ഒപ്പം വരുമ്പോൾ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നതെന്നോ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നോ ഇപ്പോഴത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഇതിനു മുമ്പും സിനിമകൾ ചെയ്തിരുന്നു. ആസ് ആൻ ആക്ടർ ചെയ്തിട്ടുണ്ട്, ആസ് ആൻ എഡിറ്ററും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മളുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒക്കെ അപ്രീസിയേഷൻസ് കിട്ടുമ്പോഴും ആ സിനിമ ഒരു വൈഡായിട്ട് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾക്കും നമ്മൾ ചെയ്തതിന് ഒരു ഗുണം കിട്ടുക എന്ന് പറയുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം കിട്ടുക. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്നതാവാം. അപ്പോൾ എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ലിറ്റിൽ മിസ് റാവുത്തറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പെയിനോടുകൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു എക്സ്പോഷറും കൂടിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വലിയ സിനിമയാണ്. അതിന്റെ സ്കെയിൽ, അതിന്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് അതൊരു വലിയ സിനിമയാണ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ചെയ്ത സിനിമകൾ, ഞാൻ ഫെയിലിയേഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്, ഒരു ആവറേജ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഉള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയാണ് നമ്മൾ ആസ് എ ടെക്നീഷ്യൻ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്ത ഇപ്പൊ ലിറ്റിൽ മിസ് റാവുത്തറിൽ ചെയ്തതുപോലെ തന്നെയുള്ള പണിയാണ് ജയ് ഗണേഷിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സിനിമയായിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളും അംഗീകരിക്കപ്പെടും, നമ്മളുടെ വർക്ക് ആൾക്കാർ അറിഞ്ഞു തുടങ്ങും എന്ന് വിശ്വസിക്കും. ലാസ്റ്റ് ചോദ്യം ഇല്ല, ഞാൻ സംഗീതത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം സംഗീതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഈ സക്സസ് ഹാസ് നോട്ട് ഗോൺ ടു ഹിസ് ഹെഡ് എന്നുള്ളതാണ്. അത് അയാൾ വളരെ ഗ്രൗണ്ടഡ് ആണ് എപ്പോഴും. എനിക്കറിയാം നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഓർക്കുന്നത് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ചെന്നൈയിൽ പോകാൻ ആലോചിച്ചപ്പോൾ പുള്ളി അതിന് കൂടെ വരാൻ ഒരാവശ്യമില്ലാതെ പുള്ളി എഡിറ്ററാണ്. അവിടെ 2 ദിവസം ഇരുന്നു. അപ്പോഴേക്ക് CG പ്രോബ്ലം ഉണ്ട്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പം എല്ലാം കൊള്ളാം. ഈ പറഞ്ഞോണ്ട് പറഞ്ഞാൽ ഇത് പറയാനോണ്ട് പറഞ്ഞില്ലേ. ഈ
കുഞ്ചാക്കോ ബോബനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു കാലത്ത് വരെയും കുഞ്ചാക്കോ ബോബന്റെ സൗന്ദര്യം മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ ആളുകൾ ഡ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഉണ്ണിമുതൽ നമ്മൾ സുന്ദരനായ ആൾ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കഷ്ടപ്പാടുകൾ കൂടി കാണുന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടറുടെ എഫേർട്ടും കൂടി കാണുന്ന സിനിമയായിരിക്കും ജയ് ഗണേഷ്. ഞാൻ പക്ഷേ പണ്ട് തൊട്ടേ അങ്ങനെ കണ്ടിട്ടുണ്ട്, കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കണ്ടിട്ടുള്ളത്. സോ എനിക്കതുകൊണ്ട് പടത്തിലും ടു ബി ഓണസ്റ്റ് ഉണ്ണിയെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. ഐ തിങ്ക് വി ഫോളോ ചെയ്തു തോന്നുന്നു. അപ്പോൾ ഉണ്ണി പറഞ്ഞതുപോലെ അല്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. റൈറ്റ് ഫ്രം ഡേ വൺ ആ മൂവി ജയ ഗണേഷ് അനൗൺസ് ചെയ്തത് തൊട്ട് ഐ തിങ്ക് എവറി ഡേ എല്ലാ ദിവസവും ജയ ഗണേഷ് ജയ ഗണേഷ് ജയ ഗണേഷ് അതുണ്ട്. ഇറ്റ് ഈസ് ദയർ. അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. ജയ ഗണേഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അറിയാം. പക്ഷേ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൻ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി. മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര്, ഞാൻ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവിയെക്കുറിച്ച്. ഞാൻ അതുകൊണ്ട് ഉണ്ണി ഇരുത്തിക്കൊണ്ട് പറയല്ല, ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എല്ലാവരോടും ചോദിച്ചിട്ട് ഇത്രയും കാലം വെച്ചുകൊണ്ടാണ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്. താങ്ക് യു. നടികരുടെ ട്രെയിലറിലെ ഉണ്ണിമുതൽ ഫാൻസിനെ ഫോളോ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഉണ്ണിമുതലാണ് ഏറ്റവും ലോയലായിട്ട് ഫാൻസിനെ. ഉണ്ണി ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള കക്ഷിയാണ്. ഉണ്ണിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കാര്യം പുള്ളി ആദ്യത്തെ സിനിമ അഭിനയിച്ചു മല്ലു സിംഗ് അഭിനയിച്ച് അത് സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം അഭിനയം നിർത്തി ഗുജറാത്തിൽ പോയ ആളാണ് ഉണ്ണി. ഗുജറാത്തിൽ പോയി പിന്നെ അവിടെ തിരിച്ചു വന്നോട്ട് കോളേജിൽ ജോയിൻ ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരുമിച്ച് അവർ ഉള്ളത് അതൊരു സ്റ്റുഡൻസാണ്, നിങ്ങൾ ക്ലാസ്മേറ്റ്സാണ്. അപ്പൊ അതായത് എനിക്ക് പുള്ളിയുടെ ഒരു ഗുജറാത്തിലൊക്കെ വളർന്നതിന്റെ കൾച്ചർ കൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു നായകൻ ഇവിടുത്തെ ഒരു കോളേജിൽ കേരളത്തിൽ പഠിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ കുറെ ചർച്ചകൾ അതിനെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല രീതിയിൽ ഭയങ്കര രസമുള്ളൊരു മനുഷ്യനാണ് പുള്ളി. പുള്ളി വേറൊരു ചെറിയൊരു സ്പിരിച്വൽ തലമൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി ഇപ്പം ഈ ഗാർഹസ്ഥ്യത്തിലേക്കൊന്നും പോവാതെ നേരെ മറ്റേ എതിരോട്ട് ബ്രഹ്മചര്യത്തിലൂടെ തോന്നിയൊരു സംശയമുണ്ട്. അങ്ങനെ ഇപ്പം മഞ്ഞുമൽ ബോയ്സിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമകളെല്ലാം തമിഴ്നാട്ടിലെ ആളുകൾ അവിടുത്തെ ഓഡിയൻസ് സ്വീകരിക്കുന്നു. ഇപ്പം പ്രേമലു ആണെങ്കിലും ഭ്രമയുഗം ആണെങ്കിലും ഗോഡ് ലൈഫ് ആണെങ്കിലും അതിൽ വൺ ഓഫ് ദ റീസൺ ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തമിഴ് ചിത്രങ്ങൾ അവിടെ ഇപ്പോൾ റിലീസ് ആവുന്നില്ല എന്നപ്പോഴാണ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു റിലീസ് മലയാളം ഫിലിംസ് ഇൻ തമിഴ്നാട്. അപ്പോൾ ഈ ജയ് ഗണേഷ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ റിലീസ് അവിടെ പോയി പ്രൊമോട്ട് ചെയ്യുമോ, അതിനെപ്പറ്റിയാണ് ആഗ്രഹമുണ്ട്. ഐ മീൻ ഞാൻ പറഞ്ഞില്ല, സിനിമ മാക്സിമം ട്രാവൽ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൈമറിലി ജയ് ഗണേഷ് ഒരു ഈ പാൻ ഇന്ത്യ ടേം എന്ന് പറയുന്നുണ്ട്. ഈ എല്ലാ കഥകൾക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എടുക്കുന്ന എല്ലാ സിനിമയും അല്ല എന്ത് അഗൈൻ ഐ എം ജസ്റ്റ് ടു ഫാസ്റ്റ്. ഇപ്പൊ ടൈറ്റിൽ വെച്ചിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അതാ പറയുന്നത് വെച്ചാൽ നമുക്ക് ദാറ്റ് ഈസ് ക്രിയേറ്റീവ് ടീമിന് നമുക്ക് തോന്നിയത് ഒരു മലയാള സിനിമയാണ്. ആൻഡ് അത് നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡബ് ചെയ്തിട്ട് ദാറ്റ് അന്യഭാഷകൾ ഡബ് ചെയ്തിട്ട് പുറത്ത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാള ആക്ച്വലി നമുക്ക് ഓഫേഴ്സ് വന്നതാണ്. നമ്മള് അവർ തെറ്റില്ലാത്തൊരു പൈസ ഓഫർ ചെയ്താൽ ഞങ്ങളത് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്തത്. അത് വേണ്ടെന്ന് വെച്ചു എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചോയ്സ് ആണുള്ളത്. ഇതെല്ലാം നമുക്ക് നമ്മുടെ രീതിയിൽ എടുക്കാം, പോയാൽ നമുക്ക് പോയി എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മളതിനെ കാണുന്ന വേറെ വിഷയമില്ല. വി വാണ്ട് ഇറ്റ് ടു ബി സീൻ ആസ് എ മലയാളം ഫിലിം. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നാണ് നമ്മുടെ വിഷയം. ഈ എസ്പെഷ്യലി ടൈറ്റിൽ ഭയങ്കര ക്യാച്ച് ചെയ്തുകൊണ്ടും കുറച്ചിങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ വന്നതുകൊണ്ട് ഈ ഒബ്വിയസ്ലി ആൾക്കാർ നമുക്ക് ഓഫേഴ്സ് വന്നു അതെങ്ങനെ ചെയ്യുന്നത്. ബട്ട് രഞ്ജിത്തിനുണ്ടായിരുന്ന എനിക്കുണ്ടായിരുന്ന ഷുഡ് ഗോ ആസ് എ മലയാളം ഫിലിം. ഡെഫിനറ്റ്ലി അവിടെ റിലീസ് ഉണ്ട്. മാർക്കറ്റിംഗ് ബിക്കോസ് ഇത് കേരളത്തിലെ ആൾക്കാർ കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒരു 90% ഓഫ് മൈ പ്രൊമോഷണൽ പ്ലാൻ കേരളത്തെ സംബന്ധിച്ചിട്ടാണ് വെച്ചേക്കുന്നത്.
ഇനി ഞങ്ങൾ ദുബായി പോകുന്നുണ്ട്, ദെൻ ചെന്നൈ, ബാംഗ്ലൂർ. ഞാനിപ്പോൾ ഗുജറാത്തിൽ പോയിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്ന് പറയുമ്പോഴും ജയഗണേഷ് 11 ആയിരുന്നു ടീമിൻ്റെ പേര്. ഞങ്ങൾ ഫൈനൽസ് വരെ എത്തി. അവിടുത്തെ എല്ലാവരെയും കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണെന്ന് പറയാം. ക്രിക്കറ്റ് ആണെങ്കിലും ജസ്റ്റ് ബീങ് വെരി എന്താ പറയുക ലൈറ്റർ നോട്ട്. നമ്മൾ നമ്മുടേതായ രീതിയിൽ എനിക്കൊരു സെറ്റ് ഓഫ് ഇങ്ങനെ തന്നെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എൻ്റെ സിനിമയുണ്ട്, നിങ്ങൾ വന്ന് കാണണമെന്ന് ഞാൻ ഏറ്റവും രസകരമായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കാറുണ്ട്. സോ ഐ ഡോണ്ട് ഫോളോ എ സ്ട്രിക്ട് ഗൈഡ് ലൈൻ പ്രൈമറിലി ബിക്കോസ് നമ്മൾ ഈ പടത്തിന് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നമുക്കൊരു ദാറ്റ് ഈസ് സിനിമയുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഒരു സിനിമ ഇപ്പോൾ നമുക്ക് വേറെ പല ഓഫേഴ്സ് വന്നു, ഇപ്പോൾ രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ അത് നമ്മുടെ പടത്തിന് സൂട്ടാവില്ല എന്ന് ഈസിലി ഡിസ്കസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ നമുക്ക് വർക്കാവില്ല. ദാറ്റ് ഈസ് റോങ് ആയ രീതിയിൽ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടും. ഈ പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ വെക്കേണ്ട, ബിക്കോസ് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ സ്റ്റാൻഡില്ല. ബിക്കോസ് അങ്ങനത്തെ കുറേ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ നമ്മുടെ മുന്നേ വന്ന സിനിമകൾ ചെയ്ത എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റി ഒന്നും നമുക്ക് ചിലപ്പോൾ സൂട്ടാവില്ല, ചിലത് സൂട്ടാവും. ബട്ട് വി ആർ അപ്പ് ഫോർ ഇറ്റ്. എന്ന് വെച്ചാൽ മലയാള സിനിമ മാക്സിമം ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. എൻ്റെ ലൈഫ് തന്നെ മാറ്റി പറിച്ചത് മലയാള സിനിമയാണ്. ഞാൻ തുടങ്ങിയത് തമിഴിൽ നിന്നാണെങ്കിലും എനിക്കൊരു രഞ്ജിത്ത് പറഞ്ഞാൽ മല്ലൂസി ഹിറ്റായപ്പോൾ ഞാൻ ഇനി മതി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയിൽ നായകനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടും സാധിച്ചു. ആ പടം കയറി ഹിറ്റും അടിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞു, ഇനി തിരിച്ചു. അപ്പോൾ ഞാൻ 9 മാസം ഗുജറാത്തിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ആഫ്റ്റർ എ സൂപ്പർ ഹിറ്റ് ഫിലിം എനിക്ക് എൻ്റെ കരിയർ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. ഒരു 5 സിനിമകൾക്ക് ശേഷം ഞാൻ പിന്നെ ഒരു ന്യൂ കമ്മറായിട്ടാണ് തുടങ്ങിയത്. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഡിഗ്രി എടുത്തേക്കാം. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയത് അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്. ബിക്കോസ് ഇനി ചിലപ്പോൾ ഒരു നടൻ 2 തവണ കരിയർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കൊരു ഐ വാസ് 25-26 വയതിന് ഞാൻ ഡിഗ്രി ഉണ്ടെങ്കിൽ വേറെ ജോലിക്ക് പോകാമല്ലോ. പക്ഷെ ഞാൻ ബൈ ദ ടൈം ഞാൻ വിക്രമാദിത്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നോ, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സിനിമ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞാൻ പഠിത്തം പിന്നെ നിർത്തി. സോ എൻ്റെ കുറച്ച് എന്താ പറയുക വൈൽഡായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ബട്ട് അഗൈൻ ഇറ്റ് വാസ് ദാറ്റ്സ് ഹൗ ഐ ആം. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹം. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും നാളെ ഈദും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ, വിഷു ആശംസകൾ. കുടുംബസമേതം നിങ്ങൾ വിത്ത് ഫാമിലി കാണേണ്ട സിനിമയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 19 പേരുണ്ട്, 100 പേരുണ്ടെന്ന് വിചാരിക്കുന്നു. സോ യു ടേക്ക് യുവർ ഫാമിലീസ്, അവരെ സിനിമ കാണിച്ചു കൊടുക്കും, ഫീഡ്ബാക്ക് അറിയിക്കും. വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അല്ലേ? ഓക്കെ, താങ്ക് യു. റയൻ എന്തോ പറയാം പ്ലീസ്. റയൻ കുറച്ചു മുമ്പേ No, you can talk. No, you talk more. This movie platform is a whole new experience for me. Me and Unni had a lot of fun while shooting. We made many memories. Like Unni said that we should always eat healthy, and then he invited me to his caravan and he was eating chocolate. I also gave him a Batman collectible as a gift. Also like then best wishes to the movie. Hope you all watch the movie. Tell them who's the naughtiest of us. I mean, who's more naughtier than റയാൻ പറയുന്ന ഉണ്ണി യു ആർ വെരി നോട്ടി. അതായത് ഒരു 10 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഭയങ്കര സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. റയാൻ പ്ലീസ്, ഇറ്റ്സ് വെരി സ്മാർട്ട്. ഭയങ്കര ഞങ്ങൾക്ക് ഇവൻ ഇൻവോൾവ് ആയിട്ട് അവസാനം പറഞ്ഞു വൈ യു ടേക്കിംഗ് ലൈക്ക് ദിസ്. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിട്ട് മറ്റേ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് ദാറ്റ് റിയാക്ഷൻ. ആഫ്റ്റർ ദാറ്റ് റിയാക്ഷൻ യു ഫിനിഷ് ദ സീൻ. അപ്പം ഞാൻ ചെയ്തു യെസ് ഈസ് ദാറ്റ് ക്വിക്ക് എന്ന് വെച്ചാൽ 10 ദിവസം ഇന്ന് കണ്ടിട്ട് അപ്പോൾ എന്നോട് പറയാം ഐ വോണ്ട് ടു സീരിയസ്ലി സംതിങ്. ഞാൻ യെസ് ഞാൻ പറയും നീ ബേസിക്കലി എ വെരി നോട്ടി ഗൈ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്. സോ ബട്ട് ഇറ്റ് വാസ് വെരി ഫൺ വർക്കിംഗ്. ഞാൻ റയാൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഐ മിസ്ഡ് ദേവനന്ദ ആൻഡ് ശ്രീപദ്. അപ്പോൾ അഗെയിൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മിടുക്കനായ മോനാണ്. നിങ്ങൾക്ക് കുറച്ച് ഇത്രയും ഇൻട്രാക്ഷൻ മനസ്സിലായി കാണും. സോ ഇവൻ്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് ഈ മൂവിയിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ആണ്. So wish you all the very best, Ryan, and thank you for coming down, flying all the way from Bangalore. Also the food was very nice in the hotel. This hotel or the other? The one that we were staying while shooting. Oh, nice. Okay. കുറച്ചുകൂടെ പറയാനുണ്ടായത് എല്ലാ സിനിമകളിലും
മറ്റേ ഈ ഗ്ലസറിൻ നായിക അങ്ങനത്തെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അതിനുശേഷം ഒരു ബ്രേക്ക് ചെയ്തു, അതായത് അങ്ങനത്തെ ഒരു പാറ്റേൺ ബ്രേക്ക് ഒരു പടം ചെയ്യുകയാണെങ്കിൽ അത് ഗ്ലസറിൻ നായികയായിട്ട് ഈ പടം ചെയ്യില്ല, അങ്ങനത്തെ ഒരു ബ്രേക്ക് എടുത്താണല്ലോ പിന്നീട് അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ ഒരു ചിത്രം വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ കാരണം? അങ്ങനെ ഇല്ല. പക്ഷേ ആ ഒരു ഗ്ലിസറിൻ ട്രെൻഡ് ഒന്ന് മാറ്റിയാലോ എന്ന് ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കാരണം എല്ലാവരും എന്നോടത്ത് ചോദിക്കുന്നു എല്ലാ സിനിമയിലും കരച്ചിൽ മാത്രമായിരുന്നു എന്നുള്ളത്. പിന്നെ സബ് ടൈറ്റിലിംഗ് ചെയ്തു, അതെൻ്റെ ഫ്രണ്ടിൻ്റെ മൂവിയായിരുന്നു. അപ്പം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു, ചെയ്തു. ഡബിങ് അതേപോലെ ചെയ്തുകൂടെ ഒന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് ടെസ്റ്റ് നടത്തി. അപ്പോൾ വോയിസ് ടെസ്റ്റ് അത് മാച്ച് ചെയ്തു. അപ്പം അതങ്ങനെ ചെയ്തു. പിന്നെ ഈ പടത്തിൽ രഞ്ജിത്ത് വിളിച്ചു, ക്രിമിനൽ ലോയറാന്ന് പറഞ്ഞപ്പം യെസ്, ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത് ഗ്ലിസറിൻ വേണ്ട എന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത്. ഐ എം സോ ഹാപ്പി. ഇനിയും അന്ന് ഞാൻ എടുത്ത ചോയ്സുകളുടെ അത് തെറ്റോ കുറ്റമോ ഒന്നും അല്ല, അന്ന് അങ്ങനെ ആയിപ്പോയി. ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യെസ് അല്ലെങ്കിൽ നോ, യെസിനേക്കാളും കൂടുതൽ നോ പറയുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ മൂവിയാണ്. ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആസ് വി മെച്യൂർ ഇൻ ലൈഫ്, കുറച്ചും കൂടെ നമുക്ക് ചോയ്സ് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു മെച്യൂരിറ്റി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ് ആ ഒരു കറക്റ്റ് ടൈമിൽ. സമയപരിധി കൊണ്ട് നമുക്ക് പ്രസ് മീറ്റ് നടത്തേണ്ടതുണ്ട്. ഒരുപാട് ഇന്റർവ്യൂസ് ബോഡി ബിൽഡേഴ്സിനെ പറ്റി ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വലിയ ശരീരം ഉണ്ടെങ്കിലും മാടപ്രാവിന്റെ മനസ്സിലാണ്. അപ്പോ ഈ നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ണിമുതൽക്ക് കൊഴുത്തുകൊണ്ട് ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തല താടുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹം ആക്ച്വലി ഈ പറയുന്ന പോലെ വലിയ ശരീരവും മാടപ്രാവിന്റെ മനസ്സുള്ള ഒരാളാണ്. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്ത് നമ്മൾ പുറമെ എത്ര മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പൊതുവെ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ണിക്ക്. എല്ലാവരിലും ഉള്ള കുട്ടിത്തം ഉണ്ണിയിലും ഉണ്ട്. പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഹിസ് പേഴ്സണൽ ചോയ്സ്. അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ, ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. തമിഴിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, ഇതുവരെ ചെയ്യുന്ന കഥാപാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സീരിയസ് ഫീലിംഗ് അല്ലെങ്കിൽ സൈമോഡ് അങ്ങനത്തെ കഥാപാത്രം. മലയാളത്തിലെ പ്രിറ്റി ഗേൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ കഥ തമിഴ് ചെയ്യുന്ന പോലത്തെ വെറൈറ്റി കഥാപാത്രം മലയാളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും. അതെനിക്കൊരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നുന്നത്. കാരണം തമിഴിലിപ്പം ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ 5 സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്നിലൊരു ഐ പ്ലേഡ് എ വില്ലൻ, ഒരു ക്രിമിനൽ ആയ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു. ഒരു പ്രോപ്പർ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ 2 എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ആയ ഒരു ക്യാരക്ടർ ചെയ്തു. ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴിൽ. ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് RDX റിലീസായതും ഇപ്പോൾ ജയഗണേഷ് ആയാലും. അപ്പം എനിക്ക് അങ്ങനെ ഒരു വേഴ്സിറ്റാലിറ്റി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു RDXലെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ, ആ മിനി എന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു ക്യൂട്ട്നെസ്സും അതും ആ ഒരു വൈഡ് റേഞ്ചിലുള്ള ഒരു റിസെപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു പക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. ബാക്കി നമുക്ക് സക്സസ് മീറ്റിൽ കാണാം. തീർച്ചയായിട്ടും ഒരു സക്സസ് മീറ്റ് വെക്കാം പോസ്റ്റിൽ. കാരണം ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് ഉള്ളതുകൊണ്ടാണ് സമയം ഓൾറെഡി ശരിയായി. ഓക്കെ, താങ്ക്